പലരും തുടങ്ങിയിട്ടുണ്ടാവുക മീൻസ് നമ്മൾ ഒരുപാട് തവണ വീണിട്ടായിരിക്കും അല്ലേ. എവരി ബിഗിനിങ് അല്ലേ ഇറ്റ്സ് ആൻ ആർട്ടിസ്റ്റ് എന്നാ പറയാ. കാരണം ഞങ്ങൾ തുടങ്ങിയത് എസ്യോലി ഗുരുകുൽ എന്ന് പറയുന്നത് 2016 തുടങ്ങിയപ്പോൾ വെറും 2 കുട്ടികളെ വെച്ചിട്ടാണ് തുടങ്ങിയത്. ഒരു 2 കുട്ടികൾ. ആ 2 കുട്ടികൾ നമ്മുടെ അടുത്ത് വന്നത് എന്താ പറയാ ട്യൂഷൻ തരുമെന്ന് ചോദിച്ചിട്ടാണ്. ഓക്കെ, കാരണം നമ്മൾ ആൾറെഡി ക്ലാസ് എടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ നിന്നാണ് ആ 2 കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പാസ്സാക്കാൻ പറ്റി. ഓക്കെ, അതിൽ നിന്ന് എന്ത് ചെയ്തു, പിന്നെ ഒരു 18 കുട്ടികളെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, 18 കുട്ടികളെ നമ്മൾ ക്ലാസ് കൊടുത്തു. അതിൽ 12 പേരെ നമുക്ക് എന്ത് ചെയ്തു, CA എന്ന് പറയുന്നത് അത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള കോഴ്സാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പൊ അവരെ നമുക്ക് എന്ത് ചെയ്തു, 12 കുട്ടികളെ നമുക്ക് പാസ്സാക്കാൻ പറ്റി. പിന്നെ ആ കുട്ടികൾ ത്രൂ ആണ് നമുക്ക് എന്ത് ചെയ്തത്, പിന്നെ അത് 36 ഓക്കെ. ഇപ്പോ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ അത്രയും വലുതായി ഇത്രയും കുട്ടികളെ ആക്കിയിട്ട് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഏകദേശം ഒരു ഇന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 1800ഓളം കുട്ടികളാണ്. 4 ബ്രാഞ്ചുകളായിട്ട് പഠിക്കുന്നത് 1800ഓളം കുട്ടികളാണ്. ഓക്കെ, അപ്പൊ ഏത് സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിലും ഇതാണ് നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. മീൻസ് എന്താ പറയാ 2016 ഓക്കെ ഈ പറയുന്ന 3 കുട്ടികളെ വെച്ച് തുടങ്ങിയ സംഭവമാണ്. ഓക്കെ, എനിവേസ് ഇന്ന് നമുക്ക് 3 ബ്രാഞ്ചുകളുണ്ട്. അതിന് പുറമെ വളാഞ്ചേരി ആയിരുന്നു സ്റ്റാർട്ടിങ്. വളാഞ്ചേരിയിൽ തന്നെ 2 ക്യാമ്പസുകൾ നമുക്കുണ്ട്. അതിന് പുറമെ കോഴിക്കോട്, അതുപോലെ തന്നെ കോട്ടക്കല് നമ്മുടെ ചങ്കുവെട്ടി തന്നെയാണ്. പിന്നുള്ളത് പെരിന്തൽമണ്ണ. ഓക്കെ, ഇത്രയും ബ്രാഞ്ചുകൾ നമുക്കുണ്ട്. അപ്പൊ നമ്മള് സാധാരണ ആദ്യം ചെയ്തിരുന്നത് CA എന്ന് പറയുന്ന കോഴ്സ് ആയിരുന്നു. CA മീൻസ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. +2 ആണ് അതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാം, ബിസിനസ് അക്കൗണ്ടൻസി ശരിക്കും ബിസിനസ്സുകാർക്ക് നമ്മൾ ആദ്യം അറിയേണ്ട സാധനം എന്ന് പറയുന്നത് അക്കൗണ്ടൻസിയാണ്. കാരണം അക്കൗണ്ടിങ് ഇസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് നമ്മൾ പറയാം അല്ലെ. അക്കൗണ്ടൻസി അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ്സേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബിസിനസ് നമുക്കറിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, ആരെങ്കിലും അപ്പോയിന്റ്മെന്റ് ചെയ്യാന്ന് ചെയ്യാം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടപ്പോ നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അക്കൗണ്ട്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ആരെങ്കിലും ഹയർ ചെയ്യാന്നുള്ള. അത് നമ്മുടെ മക്കളും അല്ലെങ്കിൽ നമ്മൾക്കും അത് അറിയാന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബിസിനസ്സിൽ എന്ത് ചെയ്യാറില്ല, അക്കൗണ്ടന്റിനെ വെക്കാറില്ല. എന്തിനു വേണ്ടിയിട്ട് മാത്രം വെക്കാറുണ്ട്, ഫീ കളക്ഷന് വേണ്ടിയിട്ട് മാത്രം വെക്കുന്നില്ല, അതിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറില്ല. കാരണം എന്താ, ഞങ്ങൾക്ക് ആൾറെഡി എന്ത് ചെയ്യാം, ഓക്കെ അക്കൗണ്ടിങ് അറിയാം, ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് തന്നെ കൺസൾട്ടൻസികൾ ആൾറെഡി ഉണ്ട് ഓക്കെ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈവൻ ഞാൻ പറഞ്ഞു വരുന്നത് ഫസ്റ്റത്തെ കോഴ്സ് എന്ന് പറയുന്നത് CA ആയിരുന്നു. ഓക്കെ, ആ CA ആണ് ഞങ്ങളുടെ യുണീക് കോഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കോഴ്സാണ്. നമ്മൾ അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽ കോഴ്സുകളാണ്. ഓക്കെ, ആ CA തുടങ്ങി പിന്നെ അതിൽ നിന്ന് കുട്ടികൾ ത്രൂ തന്നെ നമുക്ക് എന്ത് ചെയ്തു, കുട്ടികളെ നമുക്ക് അലോട്ട് ചെയ്ത് തന്നു, കുട്ടികളെ തന്നെ തന്നു എന്ന് പറഞ്ഞത്. ഓക്കെ, അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇപ്പൊ ചെയ്യുന്ന പോലെ നമ്മൾ എന്താ പറയാ ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് എന്ത് ചെയ്യാറില്ല, അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടില്ല. നമ്മളെ കുട്ടികൾ തന്നെയായിരുന്നു നമ്മൾ എന്തെന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റി. കാരണം അവരെ നമ്മൾ അത്രയും കുട്ടികൾ പഠിക്കൂല, കുട്ടികൾ ആരും പഠിക്കൂല. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ കുട്ടികൾ പൊതുവെ +2 കഴിഞ്ഞ് വന്നാൽ അവർ പഠിക്കൊന്നുമില്ല. അവരെ ഒബ്ജക്ട് എന്താണ്, ഓക്കെ എങ്ങനെയെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ജോലിക്ക് കയറാന്നുള്ള കോൺസെപ്റ്റ് ആയിരിക്കും. ഓക്കെ, ആ കോൺസെപ്റ്റ് മാറ്റിയെടുത്തത് ഞങ്ങളാണ്. കാരണം മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ സാധാരണ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ക്ലാസ് എടുക്കുന്നു, കുട്ടികൾ പുറത്തു പോകുന്നു. അതായത് ക്ലാസ് എടുക്കും, അവർക്ക് വേണമെങ്കിൽ പഠിക്കാം. ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് വെറും 20%. ബാക്കി 80% ആരുണ്ടാക്കുന്നതാണ്, അവര് കുട്ടികളെ സ്വയം ഉണ്ടാക്കണം. അപ്പൊ അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നല്ലോണം പണിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അവരുടെ കൂടെ ഇരുന്ന് അവരെ പഠിപ്പിക്കുക ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് നമുക്ക് 5000-ഓളം കുട്ടികളെ എന്ത് ചെയ്തു CA, CMA, CCA, USA പോലുള്ള കോഴ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പാസ്സാക്കാൻ പറ്റിയത്. അത് തന്നെയാണ് നമ്മളെ സ്പെഷ്യാലിറ്റി. നമുക്കൊരു സ്റ്റഡി സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഡെയിലി അസൈൻമെന്റ്സ്, ഡെയിലി എക്സാംസ്, അതേപോലെ തന്നെ എന്താ പറയാ ഡയറക്റ്റ് മെന്ററിങ് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ പാരന്റ്സിനായിട്ട് അത്രയും കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളും എന്ത് ചെയ്യാണ്, പാരന്റ്സിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കറക്റ്റ് റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇതൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും സ്പെസിഫിക്കലി നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റം ഉണ്ട്, സ്റ്റഡി സിസ്റ്റം ഉണ്ട്. ഓക്കെ, ആ സിസ്റ്റത്തിലൂടെ പോകുന്നത് കൊണ്ടാണ് ഓക്കെ വീണ്ടും ഞാൻ പറയുന്നു ഇത്രയും റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് CA എന്ന് പറയുന്നത്. CA ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണ്. +2 ആണ് അതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നടത്താം.
ഓക്കെ, +2 കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവർക്ക് എക്സാം എഴുതാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളെ +2 കഴിയാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, ഈ കുട്ടികളൊക്കെ ഇവർക്ക് ഇപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ശരിക്കും CAക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണെന്നുള്ളതാണ്. ഏത് ഡിസിപ്ലിനുള്ള ആൾക്കും ചെയ്യാം, കൊമേഴ്സുകാർക്ക് മാത്രമൊന്നുമല്ല, സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ. കാരണം ഇവിടെ ബേസ് മുതലാണ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. ഓക്കെ, അക്കൗണ്ടൻസിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് അല്ലെ. ഇപ്പൊ നമ്മൾ പറയും ക്യാപിറ്റല്, സാലറി, അതുപോലെ തന്നെ എന്താ പറയാ അസറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ലേറ്റസ്റ്റ് റിസൾട്ട് ആണ്. ഞാൻ പറഞ്ഞു 5000-ഓളം കുട്ടികളുണ്ട്, അത്രയും കൂടുതൽ കുട്ടികൾ നമ്മൾ പാസ്സായിട്ടുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. ഓക്കെ, 76 കുട്ടികൾ. നിങ്ങൾ ആലോചിക്കണം, 118 കുട്ടികളിൽ 76 കുട്ടികളെ CA ഇന്റർമീഡിയറ്റ് പാസ്സാക്കുക എന്ന് പറഞ്ഞാൽ അത്രയും റിസൾട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇല്ല. ഓക്കെ, അത്രയും കോൺഫിഡന്റിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ CMA കേസ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം 70-ൽ കൂടുതൽ കുട്ടികളാണ് നമുക്ക് പാസ്സാക്കാൻ പറ്റിയത്. ഓക്കെ, അതും ഇതേപോലെ തന്നെ 83 കുട്ടികളിൽ നിന്നാണ് 70-ൽ കൂടുതൽ കുട്ടികൾ നമുക്ക് പാസ്സാക്കാൻ പറ്റിയെന്നുള്ളത്. ഓക്കെ, ലേറ്റസ്റ്റ് ആണ്. പിന്നെ ACCA, ഇത് ഏറ്റവും ലേറ്റസ്റ്റ് റിസൾട്ട് ആണ് കേട്ടോ. ACCA എന്ന് പറയുന്നത് ഓക്കെ, നമ്മൾ നിയറസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ എന്ത് ചെയ്തത്, ACCA സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ആ റിസൾട്ട് ആണിത്. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത കോഴ്സ് ആണ് ACCA എന്ന് പറയുന്നത്. എന്താ പറയാ, നമ്മൾ പുറത്തുനിന്നുള്ള മീൻസ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഏറ്റവും കൂടുതൽ മൾട്ടിനാഷണൽ കമ്പനി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കോഴ്സാണ്. ഓക്കെ, പിന്നെ USCMA. ഓക്കെ, USCMA-യുടെ റിസൾട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നുള്ളൂ. ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത കോഴ്സാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എന്തായാലും once again thank you very much.